ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് കണ്ടാലോ? ഇന്ന് നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴും നല്ല ക്ലൈമറ്റും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇന്നലെ ഫുൾ മഴയായിരുന്നെങ്കിൽ ഇന്ന് ഫുൾ വെയിലാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് സൺ കിസ്സൊക്കെ കൊണ്ടു, എന്നിട്ട് നേരെ പോയി ബ്രഷൊക്കെ ചെയ്തു, ഫ്രഷായി കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നു ബ്രഹ്മസലി വെച്ചിട്ട് ഉപ്പുമാവ് വേണമെന്ന്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിക്കുന്നതും ആദ്യമായിട്ടാണ് വെർമസെല്ലിയുടെ ഉപ്പുമാവ്. എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇത് സ്ഥിരം കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിലും ഞാൻ കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ മുട്ടയൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെർമസെലി ഉപ്പുമാവിനുള്ള കാര്യങ്ങൾ എനിക്കപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അടുത്ത് ഞങ്ങളറിയാവുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ഒരാൾ പറയാണ്, നിങ്ങളുടെ കൊച്ചിന് അടുക്കള ജോലിയൊന്നും അറിയത്തില്ലേ, കൊച്ചാണെങ്കിൽ ഇത് ചൂടാക്കിയിട്ട് വെള്ളം വറ്റുന്നതിന് മുമ്പേ അങ്ങ് എണ്ണ എടുത്ത് ഒഴിച്ച് അത് പൊട്ടിത്തെറിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ആൾക്കാർ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലേ. കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്. അപ്പോൾ നമ്മുടെ വെർമസെലി ഉപ്പുമാവ് നല്ല കാര്യമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. സംഭവം ഉഗ്രനായിട്ട് വന്നിട്ടുണ്ട്. ഇതേ പരുവാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ടേസ്റ്റ് വൈസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. എന്നിട്ട് ഞാൻ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഒന്നും കൂടെ കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടി വീണ്ടും ഈ ഉപ്പുമാവ് എടുത്തിട്ടോ. ഇനി ഇതിനാരും കുറ്റം കണ്ടുപിടിക്കല്ലേ. അങ്ങനെ ഞാൻ ഏകദേശം ഉപ്പുമാവെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ റെഡി ആയിട്ടോ. അതാ പാലൊക്കെ കാച്ചി. അപ്പോൾ അപ്പുച്ചേട്ടൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ട് ടേബിളിൽ വെച്ചു. അപ്പോഴത്തേക്കും അപ്പുച്ചേട്ടൻ ഗാനലോലിപനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് ഇവിടുത്തെ ഒരു വെനസ്ഡേയ്സ് ഇവർക്ക് ഈ ഡ്രസ്സാണ് ഇടേണ്ടത്. ഇവിടുത്തെ യൂണിറ്റി മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ എല്ലാം കളിയാക്കും ഗാനലോലിപൻ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുച്ചേട്ടൻ ഇതിലൂടെ പഞ്ചസാരയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ചേട്ടന് കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചപ്പം കൊള്ളൂലെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നേ, കൊള്ളായിരുന്നു. അങ്ങനെ ഞാനും അങ്ങനെ യൂഷ്വലി അപ്പുച്ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇത്തവണ എന്തോ പോയി കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ അപ്പുച്ചേട്ടന് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് വിട്ടിട്ട് ഞാൻ വന്നത് അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. എന്നിട്ട് നമുക്ക് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി പോയി കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ ഒന്ന് തൂത്തു, ഇവിടെ ക്ലീൻ ചെയ്യണം. കാരണം ഇന്നലെ മഴയും കൂടി ആയതുകൊണ്ട് ഇവിടെ എല്ലാം ആകെ ചെളിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഓൺലി വൺസ് നമ്മൾ വേണം ഇവിടെ നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പൊക്കെ ഓപ്പോസിറ്റ് റൂമുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തളർന്നു വന്ന് ഞാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആണല്ലോ ഇന്ന്. അപ്പം എനിക്ക് വീണ്ടും ചെയ്യാനുള്ള എനർജി കാരണം എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇത് വന്നതുകൊണ്ട് ഞാൻ പിന്നെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് എന്നും തൂക്കാറുണ്ട്, തൂത്തിട്ട് ഞാൻ ക്ലീനും കൂടെ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് മോപ്പ് ചെയ്തിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ തളർന്നൊരു പരിപാടി. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.